പോവാൻ നേരം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ ഇപ്പോ എല്ലാത്തിനും അങ്ങനെ പോവാൻ നേരില്ല എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. എനിക്ക് നേരമുണ്ടല്ലോ ഇവിടെ. എനിക്ക് ഇവിടെ നേരമുണ്ടല്ലോ എന്ന് പറയായിരുന്നു. എനിക്ക് നേരം ഉണ്ടായിട്ട് എന്താ കാര്യം? നിശ്ചയല്ലേ? പിന്നെ ആണുങ്ങളല്ലേ പോവാ? അങ്ങനൊന്നുമില്ല, വേണമെങ്കിൽ എനിക്ക് വരാം. വേണ്ട. എന്താ വേണ്ടാത്ത? വേണ്ട, എന്റെ ആവശ്യമില്ല. ആവശ്യങ്ങൾക്കല്ലേ പോവുക. അല്ലാതെ പറഞ്ഞതിന് അങ്ങനെ എല്ലാരും കൂടി കുത്തിക്കെട്ടി ഓടേണ്ട കാര്യമൊന്നുമില്ല. അതല്ല, നമ്മുടെ ചെല്ലുമ്പോ എല്ലാരും എന്നെ ചോദിക്കൂ ഞാൻ അവിടെ. പിന്നെ ഇയല്ല അപ്പൊ അവിടെ ഈ കല്യാണ പെണ്ണിന്റെ വീട്ടിൽ നിന്നല്ലേ പറഞ്ഞത്. അവിടെ ഒന്നും ചോദിക്കാൻ പോണില്ല. ഇനിയിപ്പൊ അഥവാ ചോദിച്ചാൽ ഞാൻ പറയണ്ട, അവൾക്ക് ഛർദിയും വയറിളക്കായിട്ട് നിൽക്കണമെന്ന് പറയും. ആരും കഴിഞ്ഞില്ലേ? കള്ളം പറയാൻ പിന്നെ നിങ്ങളെ കഴിഞ്ഞിട്ടില്ല. കള്ളം പറയലൊന്നല്ല. ഇവിടുന്ന് ഇത്ര ദൂരം കുത്തിക്കെട്ടി അങ്ങോട്ട് പോയി അവിടുന്ന് തിരിച്ചു വരുമ്പോ ആ ചക്ക സ്കൂളിൽ നിന്ന് ഇവിടെ ആരുള്ളത്? ഇവിടെ ആരെയില്ല. അപ്പോഴേക്കൊക്കെ വേണമെങ്കിൽ തിരിച്ചു വരാം. ഇനി അഥവാ അതല്ലെങ്കിൽ തന്നെ മല്ലിക ഉണ്ടല്ലോ, ഓള് നോക്കിക്കോളൂ. മല്ലിക നോക്കണ്ട, ഞാൻ വിശന്ന് കാണിട്ടാ വരിക. ആ സമയത്ത് എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കൊടുക്കാനോ എന്തിനും മല്ലികനെ ഇജ്ജി ഇവിടെ ഉള്ളപ്പോ മല്ലികനെ ഏൽപ്പിക്കണത്? അതല്ല, എനിക്ക് എന്റെ കുടുംബക്കാരൊക്കെ ഒന്ന് കാണാലോ. എന്റെ കുടുംബക്കാരെ കാണാനാണ് കല്യാണം. ആ കല്യാണം വരുമ്പോ നമ്മളെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് പോവാ. അപ്പം തലേ ദിവസം ഇവിടുന്ന് പോകണമെന്ന് വെച്ച് പറഞ്ഞിട്ടുമുണ്ട്. അത് പോവുകയും ചെയ്യാം. പിന്നെന്താ കുഴപ്പം? അത് മതി. ഒന്നാമത്തെ പത്ര വലിയ അടുപ്പം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അവരോട്. എന്റെ കുടുംബക്കാരല്ലേ? എന്റെ കുടുംബക്കാരൊക്കെ തന്നെ. ആ മൂത്തോന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഇപ്പൊ വർഷം എത്രയായി? 7 വർഷം കഴിഞ്ഞു അവന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊ 3-4 തവണ അവിടെ പടം അവിടെ പോയി. ഒരു ദിവസം കൂടെ വന്നോ? അപ്പൊ അവൻ ഗൾഫിലാണ്, അവനക്ക് തിരക്കാണ്. അവനക്ക് മാത്രമല്ല തിരക്ക്, നമുക്കൊക്കെ തിരക്ക് തന്നെയാണ്. ഓന് തിരിച്ചു പോവാൻ സമയതുകൊണ്ടല്ലേ? ആയിക്കോട്ടെ, നമുക്കും സമയമില്ലാത്തോണ്ടാണ് പോവാത്തത്. ഒരു കാര്യം ചെയ്യ്, ഇന്ന ആരെങ്കിലും അന്വേഷിച്ച് നിങ്ങൾ പറഞ്ഞേക്ക് നിങ്ങൾ ഇന്ന മനഃപൂർവ്വം കൊണ്ടുവരത്താണ്. ഞാൻ പറഞ്ഞു. പറഞ്ഞു. ആരെങ്കിലും ഇന്നെ വിളിച്ച അടക്കളയിൽ എന്താ പണിച്ചത് നോക്കട്ടാ. ഇനിയിപ്പോ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. ഞാൻ ഒന്നും ചർച്ച ചെയ്യാൻ നിക്കണില്ല. ഒരു ദോഷം കൂടി എടുക്കും. വേണ്ട, മതി. അവിടെ എത്തുമ്പോ ഒരു സമയം കഴിക്കേ. വേണ്ടതേ. ഇപ്പൊ നിഷേധനല്ലേ പോണം. അവിടെ നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാവില്ല, അത് കഴിക്കാം. അത് അടച്ചിട്ടണ്ട, ഞാനിപ്പോ തന്നെ വരും. അങ്ങോട്ട് എവിടെ പോവാനാണ്? ഇത് സ്റ്റാർട്ട് ആകണില്ല. എന്തെങ്കിലും ചെയ്താ ഇത് വീട്ട്? ആര് ചെയ്തോന്ന്? പിന്നെ ഇന്നലെ രാത്രി ഓടിച്ചുണ്ടെന്ന് വെച്ചാലോ ഇവിടെ. ഇന്നലെ പെട്രോൾ ഒന്നും അടിച്ചില്ലേ വണ്ടിയില്? പെട്രോളൊക്കെ ഉണ്ട്, സ്റ്റാർട്ട് ആകാനുള്ളത്. അപ്പൊ ഞാൻ ഇന്ന് ലേറ്റ് ആവോ? നീനൊക്കെ എന്താ പരിപാടി? ഞാൻ പറഞ്ഞിട്ടില്ലേ രാവിലെ എഴുന്നേറ്റ് പണികളും തീർത്തിട്ട് സമയത്ത് പോണോന്ന്? ഈ അവസാന മണിക്കൂറിൽ കിടന്ന് ഇങ്ങനെ വെപ്രാളം കാണിച്ചിട്ട് എന്താ കാര്യം? ഇന്നലെ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പണികളും ചെയ്തിട്ട് കിടക്കാൻ എത്ര സമയമായെന്ന് അറിയാലോ. പിന്നെ എന്തിനാ ഈ ചോദ്യം ചോദിക്കുന്നത്? രാവിലെ എണീറ്റ് അവനോന് പോണെങ്കിൽ അവനോന് സമയത്ത് എണീക്കണം. ഇത് സ്റ്റാർട്ട് ആകണമൊന്നുമില്ല. ഞാൻ സമയത്ത് എണീറ്റ് തന്നെയാ ഇവിടുത്തെ പണികൾ ചെയ്ത് തീർത്തിട്ട് വേണ്ടി എനിക്ക് പോവാൻ. എടി എന്തെന്നാണ് ഇത്ര പേരുത്ത് പണി? കാലത്ത് എണീറ്റിട്ട് 2 കുറ്റി പുട്ടുണ്ടാക്കും, അതിൽ 1.5 കുറ്റി നീ കയറ്റിട്ട് നിനക്ക് തോന്നിയോടത്ത് പോണതിനാണ് പണി. ഞാൻ സമ്പാദിക്കുന്ന പൈസ കൊണ്ടിട്ട് ഞാൻ 1.5 കുറ്റിയോ 3 കുറ്റിയോ തിന്നും. ഇച്ചേന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നിനക്ക് അതിന്റെ അഹങ്കാരമാണ്. തിന്നുന്നുണ്ടല്ലോ 4 കുറ്റി, എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ടോ കണക്ക്? എടി ഇത് ഞാൻ കൊണ്ടുപോയി ആക്കി തന്നാണ് സ്റ്റാർട്ട് ആകണ്ടേ. ഇത് പറഞ്ഞേ പറ്റില്ല, എന്നെ അവിടെ ആക്കി തന്നേ പറ്റത്തുള്ളൂ. എന്നാ നീ തോളത്തോട്ട് കയറി ഞാൻ വെച്ചിട്ട് ഓടാ. നീ വേഗം പോയാ 10:30 ബസ് കിട്ടും. ചെല്ലി. ഇനി ഞാൻ ബസ്സിൽ കയറി അവിടെ എത്തുമ്പോഴത്തേനും ഉച്ചയാവും. നീ വർത്താനം പറയണ നേരം വേണല്ലോ. നീ അങ്ങനെ സ്റ്റാർട്ട് ആകണമെങ്കിൽ ഞാൻ പുറകെ വരാം. നീ പോയിട്ട് വരെ വണ്ടി എടുത്ത് കത്തിക്ക് നോക്കോ. ഒരു പാട്ട വണ്ടിയും. എന്തേ ആകാതെ പോടി. ഒന്നിങ്ങോട്ട് വന്നേ. ഒന്നിങ്ങോട്ട് വായോ. അങ്ങട് അതെ, ഇതില് ഏതാ ഇടണ്ടേ? ഏത് ഷർട്ടല്ല? ഇതിപ്പോ ഇതിട്ടാ നിങ്ങളല്ലേ ഇടുന്നേ?
അപ്പൊ ഒന്നുകൂടെ അങ്ങോട്ട് പോവാല്ലേ? ഒന്നും ഇടാണ്ട് പോണ്ട മോശല്ലേ. എന്നാ പറയിക്കണുങ്ങാണ്ട് ഏതാണ് ഇത്, ഏതാ പറ്റ ഇടണ ഇത് നോക്കി, ഈ കര നോക്കിട്ട് പറയും ഇതിലേതാ നല്ലത്. ഇതിട്ടോ ഇതിട്ടോ. കാണിച്ച പണി നോക്കിയ അതിപ്പോ ഞാൻ എന്തെങ്ങനെപ്പ ഞാൻ ഒരു വൃത്തി പിടിപ്പ് എന്ന് പറഞ്ഞതില്ല എച്ചാലിന്. ആ പണി കാണിച്ച പണി നോക്കിയേ. എങ്ങനെയാണ് ഉമ്മാടല്ലേ മോള്? എന്റെ ഉമ്മാക്ക് എന്താ കുഴപ്പം? നിമ്മക്ക് കുഴപ്പമില്ല. എന്താ എന്റെ ബാബാനെ കിട്ടിയത്? എന്റെ പോപ്പനോട് പറയുന്നിട്ടോ. ഇത് നോക്ക്, ഇതായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ഷർട്ട്. എന്റെ മോള് കയറി പിടിക്കുകയും ചെയ്തത്. നിങ്ങക്ക് ഇഷ്ടമുള്ള ഷർട്ട് അതായിരുന്നില്ലേ? പിന്നെ എന്തിനാ പിന്നെ വിളിച്ചത്? അത് ഇട്ടങ്ങ് പോയ പോരായിരുന്നോ? ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ടല്ലേ ഞാൻ പലതും ചെയ്യാറ്. വർത്താനം പറയാ വേണ്ട. അത് ഞാൻ തോട്ട് ഞാൻ എന്റെ മോളെ ആക്കല്ലേ രണ്ടാമത്. ഇനി ഇതിട്ട് പോവാ. നീ ഇത് വേണ്ട. ഇവിടെ നിന്ന് സമയം കളയില്ലേ? 10:30 അമ്പിളി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ടൗണിൽ ചെന്ന് വേറെ ബസ്സൊക്കെ കിട്ടി ചെല്ലുമ്പോ വൈകുന്നേ. വൈകട്ടെ, ഞാൻ പോയിക്കോളാം. എന്റെ അടക്കളയിലെ പണി നോക്ക്. അതെന്നെ വെറുതെ ഫോൺ ചെയ്തോണ്ടിരുന്ന എന്നെ എന്തിനാ വിളിച്ചത്? ഒരു ആവശ്യമില്ലാതെ. 10:30 അമ്പളി 11 മണിക്കുള്ള സുബേദ് വേണ്ടിരുന്നാ മതി. അതിന് മുമ്പ് അവിടെ എത്താം. തന്നെ പയ്യക്കുട്ടിയുടെ വീടല്ലേ ഇത്? ആ പരിവിടെ വീട് തന്നെയാണ്. ആരാ? നമ്മളാരാ? ഞാനിവിടെ തൊട്ടപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അത് പറ. നമ്മള് വന്നിട്ട് 5-6 വർഷമായി ഇവിടെ. അപ്പൊ നമ്മള് വിചാരിച്ച് വീട് മാറിപ്പോയതാണാ, അതാ നിങ്ങൾ ആരാന്നൊക്കെ വിചാരിച്ച്. ടോൻ എവിടെ? പയ്യക്കുട്ടി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു. വീട് മാറിയിട്ടൊന്നുമില്ല. പയ്യക്കുട്ടി പരിവിട്ടിയേ പറച്ച റബ്ബേ, എന്താ ഒരു അറിയിപ്പില്ലാണ്ട്. അല്ല രഹസ്യം പറയണ്ട. അപ്പൊ തുള്ളി ചാടുവാണ്. വാലേക്കും അസ്സലാം. എന്താ വിശേഷങ്ങള്? മനസ്സിലായാ? ഞാൻ പറയാറില്ലേ ഹംസക്ക മറ്റേ സിദ്ധനാണ്. ഭയങ്കര കഴിവാണ്. എന്റെ ഉമ്മാടെ ചേട്ടത്തി ഉണ്ടല്ലോ, ചേട്ടത്തിയുടെ ഒന്നും പറയണ്ട. കൊറേ ബന്ധുണ്ട്. ഹൈദരാലിന്റെ അതന്നെ അതന്നെ. ഒന്നും റസിയ റസിയ ഇങ്ങട് വാ. ഓള് പറഞ്ഞ തുള്ളി ചാടും. ഞാനേ വളരെ അത്യാവശ്യമായിട്ട് ഒരു വഴിക്ക് പോവാ. എവിടെ പോണു? അല്ല, ഞാൻ ആ 10:30 അമ്പിളി എന്നൊരു ബസ് ഉണ്ട് ഇവിടുത്തെ. അതിലൊന്നും പോകേണ്ട ആവശ്യമുണ്ട്. അതാ 10:30 അമ്പിളിയൊക്കെ പോട്ടെ, നീ ഇവിടെ ഇല്ലേ? അല്ല അതല്ല അതല്ല. അല്ല എന്താ വിളിക്കാൻ പറയുന്നു ചെയ്യാതെ മൊബൈലും അതൊന്നും ശീലയില്ല മകളെ. അതെ അതെ അതെ. പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പറഞ്ഞു. അതെ, ഞാന് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയാലേ മോളുടെ അമ്മായിയുടെ മോളുടെ ഒരു ആവശ്യമുണ്ട്. അത് കാണാനായിട്ട് 3-4 ആൾക്കാർ വരുന്നുണ്ട് അവിടുന്ന്. അപ്പൊ അവിടേക്ക് പോവാ. ഞാൻ ഇത്തിരി നിർത്തിയില്ല. എന്നാ നമുക്ക് ഒന്നിച്ചു പോകണോ? അവിടെ അങ്ങനെ വലിയ സംഭവം ഇപ്പൊ ഞാൻ പോണില്ല. അതെ, മാത്രമേ ഞാൻ മാത്രമേ പോകണു. അങ്ങനെ അധികം ആൾക്കാരെ വിളിച്ചിട്ടില്ല. ബസ് അല്ല അതെ. നിങ്ങൾക്ക് എന്താ പണിയെന്നാ പറഞ്ഞ? ഞാൻ ആശാരിപ്പണിയാണ്. അൽഹംദുലില്ലാ, ഞാൻ കാത്ത് നടക്കായിരുന്നു ഒരു ആശാരിനെ. നമ്മുടെ കട്ടില് കിടക്കാൻ പറ്റില്ലാടോ. എന്തേ മൂട്ടുണ്ടോ? അതല്ല, അതിലൊരു കാല് പോയി. കാല് പോയോ? അപ്പൊ നമ്മൾ എന്താ ചെയ്ത്? കാല് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാരിനെ തിരക്കാണെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കാല് കാണാനില്ല. ആശാരിനെ തിരക്കി ആശാരിനെ കിട്ടി, അപ്പോഴത്തേക്ക് കാല് കാണാനില്ലാടോ. അതെന്തേ? അത് പോയി. കാല് പോയോ? അതാരെ എടുത്തോണ്ട് പോയി. അത് എടുത്തോണ്ട് പോയപ്പോ കണ്ടുപിടിക്കണം. സിദ്ധനാണെന്നല്ലേ പറഞ്ഞത്? സിദ്ധനാണല്ലോ. നമ്മള് കണ്ടുപിടിച്ചല്ലോ. അതൊക്കെ ഈ കൽബിലറിയും. അത് കരിഞ്ഞു പോയി. കരിഞ്ഞു പോയോ? അത് കരിഞ്ഞു പോയി. അത് കൽബിലറിയും. അപ്പൊ അത് കരിഞ്ഞു പോയ സ്ഥിതിക്കുന്ന ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അമ്പിളി ബസ്സിൽ പോവാറുന്നേ. നീ നില്ലടോ അമ്പിളി ബസ്. താനിപ്പോ പോണ്ട. അമ്പിളി ബസ് പോട്ടെ. അതിനേക്കാളും മുമ്പ് ടൗണിൽ നിന്ന് വേറെ ബസ് എത്തും. അതിൽ പോയാൽ മതി. അമ്പിളി ബസ്സിൽ മുമ്പ് അത് എത്തും. അല്ല, അമ്പിളി ബസ്സാണ് ആദ്യം എത്തുള്ളൂ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ടൗണിലെ ബസ്സിൽ പോയിക്കോ, സമയം കഴിഞ്ഞല്ലോ. എന്നാ ശരി, എന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഈ ചായ അതാക്ക് ആ പോണ നേരത്ത് വന്ന് കിട്ടി തിരിച്ചു. ആലോചിച്ച് നോക്കി. ഇപ്പൊ ആ ബസ്സിന് പോയിച്ച സമയത്തിന് എത്താറും. ചില കുരുത്തക്കടകൾ ഇങ്ങനെ ഒന്നും പറയണ്ട ചങ്ങായി. 4 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു. എന്നായി പറഞ്ഞു. ചേട്ടാ ചെവി തന്നെ ഉണ്ടാവും. ഇത് അടിയുടെ ചിരയുടെ തരികിട മേള പൂരം കുട്ടീസ്.